പാർലമെന്റിൽ ചൂടേറിയ ചർച്ച നടക്കുമ്പോൾ മനോരമക്കാരന്റെ നോട്ടം എവിടെയാണെന്ന് നോക്കണം. ഈ വാർത്ത നോക്കി. സിമ്പിൾ സാരി, പക്ഷെ കയ്യിൽ ലക്ഷങ്ങളുടെ മുതൽ, ബാഗ് മുതൽ കുട വരെ വൈറൽ. കങ്കണ റനൌട്ടിന്റെ 2 ചിത്രവും പങ്കുവെച്ചുകൊണ്ട് മനോരമക്കാരന്റെ മഞ്ഞ വാർത്തയാണ്. മനോരമക്കാരൻ പാർലമെന്റിൽ സ്ത്രീകൾ ഏത് സാരി ഉടുത്തോണ്ട് വരുന്നു, ഏത് ബാഗ് കൊണ്ടുവരുന്നു, എന്ത് കുട കൊണ്ടുവരുന്നു, സാരി സിമ്പിളാണോ, ഇതൊക്കെയാണ് അവന്റെ നോട്ടം. ആ വാർത്തയ്ക്കുള്ളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന മസാല കൂടി നാട്ടുകാർ കേൾക്കണം. ഇത് നോക്കിയേ. കഴിഞ്ഞ ദിവസം മഴയത്ത് കുടയും ചൂടി കറുത്ത ഹാൻഡ് ബാഗുമായാണ് കങ്കണ പാർലമെന്റിൽ എത്തിയത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഇളം നീല നിറത്തിലുള്ള പരമ്പരാഗത ഏരി സിൽക്ക് സാരിയായിരുന്നു വേഷം. വെളുത്ത നിറത്തിലുള്ള ലളിതമായ ബോർഡറാണ് സാരിക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം ലളിതമായ വെള്ള ബ്ലൗസും ധരിച്ച് തികച്ചും പരമ്പരാഗത ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ആഡംബര വസ്തുക്കൾ സാരിയിലെ ആഡംബരത്തിന്റെ കുറവ് നികത്തിയത്രേ. കേട്ടില്ലേ? മാധ്യമ പ്രവർത്തനം. ഒരു സ്ത്രീയെ കണ്ടാൽ അവരുടെ വസ്ത്രത്തിൽ വരെ ചുഴിഞ്ഞു നോക്കുന്ന ആ മഞ്ഞ മനോരോഗിയായിട്ടുള്ള ടിപ്പിക്കൽ മനോരമക്കാരനെ ഈ വാർത്തയിൽ കാണാം. ഒരു മാധ്യമ പ്രവർത്തകന്റെ ലേബലിലിരുന്നു കൊണ്ട് ചെയ്യുന്ന പണി എന്താണെന്ന് നാട്ടുകാർ തന്നെ നോക്കിയേ. മനോരമയുടെ ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നു? മാധ്യമ പ്രവർത്തനം എന്നാൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് സംഘപരിവാറുകാരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ പലതരത്തിൽ പാടിപ്പുകഴ്ത്തുക. സംഘപരിവാർ കോൺഗ്രസ് സ്ത്രീകളെയൊക്കെ. ഉമ്മൻചാണ്ടിയുടെ മകൾ സ്റ്റൈലിഷ് ഡ്രസ്സിൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ ഒരു പൊത്തയില്ലെങ്കിലും ആ ചുവപ്പ് സാരി ഗംഭീരം, തുടങ്ങിയ വിവരക്കേടുകൾ വാർത്തയായിട്ട് എഴുതി പിടിപ്പിക്കുന്ന മനോരോഗം എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതാണ്. ഇന്നത്തെ ദിവസം പാർലമെന്റിൽ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ വാർത്ത കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, എന്ത് ഗുണമാണുള്ളത്? കങ്കണ റനൌട്ടിന്റെ കാശുണ്ടെങ്കിൽ അവർ ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് നടക്കട്ടെ. അത് നോക്കലാണോ മനോരമക്കാരന്റെ മാധ്യമ പ്രവർത്തനമെന്ന് നാട് ചോദിക്കേണ്ട സമയമാണ്. അല്ലാതെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ദരിദ്ര നാരായണന്മാർക്ക് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിവിധിയാണുള്ളത്? ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ വാർത്ത എന്ന പേരിൽ എഴുതി പൊലിപ്പിച്ച് ചിലർക്കൊക്കെ ഹീറോയിസ്റ്റിക് പരിവേഷം കൊടുക്കണം, ചില മഞ്ഞ വായനക്കാർക്ക് ഉള്ളിൽ കുളിരിട്ട് കൊടുക്കലാണ് മനോരമയുടെ മാധ്യമ പ്രവർത്തനം. അല്ലാതെ ഇതിനെയൊന്നും മറ്റൊരു ഗണത്തിലും പെടുത്താൻ പറ്റില്ല. ഒരാൾ ഉടുക്കുന്ന വസ്ത്രം അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് ഇഷ്ടമുള്ള ബാഗ്, ഇഷ്ടമുള്ള കൊടയൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കാശുള്ളത് പോലെയോ ആരെങ്കിലും സമ്മാനിക്കുന്നതോ കൊണ്ട് നടക്കും. മനോരമക്കാരൻ അവിടെ പോയി ഒളിഞ്ഞു നോക്കി ഇതെന്തോ സംഭവമാണ്, ഇത് കാണൂ, കങ്കണ റനൌട്ട് അങ്ങനെയാണ്. ഇതുവരെ പാർലമെന്റിനകത്ത് നികുതിപ്പണം കൊടുത്ത് പോറ്റുന്ന ഒരു MP എന്നുള്ള നിലയ്ക്ക് നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു ജനപ്രതിനിധിയാണ്. അതിനെക്കുറിച്ച് മനോരമയ്ക്ക് മിണ്ടണ്ട. BJPക്കാർക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് അവരുടെ നോമിനിയാക്കി നികുതിപ്പണം കൊടുത്ത് പോറ്റുന്ന ഒരു സിനിമാ താരം, ആ സിനിമാ താരത്തെ വലിയ സംഭവമാക്കി കാണിക്കാൻ വേണ്ടി മനോരമ സൃഷ്ടിക്കുന്ന ഇത്തരം മഞ്ഞ വാർത്തകൾ കണ്ടിട്ട് നാട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്തിരുന്ന് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഞരമ്പൻ വാർത്താ പ്രവർത്തനം നടത്തുന്ന രീതികൾ എന്താണെന്ന് ഈ വാർത്ത നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.